الأبتر صدق الله المولانا العليم يا خير من KCF-ന്റെ കർമ്മോത്സവ പ്രവർത്തകർ മോനെ ഈ സൂം ഒന്ന് കൊടുത്തു നോക്ക്, അവർ കാണുന്നില്ല. അതിലെ വേണ്ട സൂം ലെഫ്റ്റ് അവിടെ എങ്ങനെ വീഡിയോ ഔട്ട് പണ്ട് നിങ്ങൾ അവിടെ വെച്ച് മൈക്ക് ഇതൊക്കെ സൗണ്ട് വിളിച്ച് ഇതാ നോക്ക് എങ്ങനെയാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ മുസ്തഫായ തങ്ങളെ സംബന്ധിച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പ്. അൽ ഈമാൻ യരിസു ഇലൽ മദീന, ഈമാന് മദീനയിലേക്കല്ലേ മടങ്ങുന്നത്. ഒരു പാമ്പ് അതിന്റെ മടത്തിലേക്ക് കയറുന്നത് പോലെ, ഒരു പാമ്പ് അതിന്റെ മടത്തിലേക്ക് ചെല്ലുന്നത് പോലെ ഈമാന് മദീനയിലേക്ക് ചെല്ലുന്നു. കാരണം മദീനയിൽ കടക്കുന്നതാരാണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്തിന്റെ നേതാവ് മദീനയിൽ കിടക്കുകയാണ്. പോലെ ലോകത്ത് എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടോ, എവിടെയെല്ലാം മുഅ്മിനീങ്ങൾ താമസിക്കുന്നുണ്ടോ ഒക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ സ്മരിക്കുന്നു. ഏതുപോലെന്ന് വെച്ചാൽ അന്ത ഉമ്മുൻ അമ്മബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഖാനത്തെ ഇഷ്ടികയാണെന്ന് ലോകത്തോട് പഠിപ്പിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അമ്പിയാക്കന്മാരിൽ വെച്ച് ഒരൊറ്റൊരു സാധനത്തെയും തുലനപ്പെടുത്തിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഹബീബായ നബി തങ്ങളുടെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു തങ്ങളുടെ ദുആയിലേക്ക് കാത്തുകൊണ്ടിരിക്കുമ്പോ, ഓ പ്രിയപ്പെട്ട KCF-ന്റെ പ്രവർത്തകരെ, ലൈവ് കാണുന്ന മുഴുവനും ദീനീ സ്നേഹികള്, ഹബീബായ നബി തങ്ങളെ ഞങ്ങളെ കാണാതിരിക്കില്ല. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലാണ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ അമല് അല്ലാഹു കാണുന്നു, അല്ലാഹുവിന്റെ റസൂല് കാണുന്നു, ഔലിയാക്കള് കാണുന്നു. ഇപ്പോൾ ലൈവിലൂടെ ലോകത്തുള്ള മുഴുവനും ജനങ്ങളെ കാണുന്നു. അപ്പോൾ മോമിനീങ്ങളായ ആളുകൾ കാണുന്നു എന്ന് പരിശുദ്ധമായ ഖുർആന് പറയുമ്പോ, അല്ലാഹു കാണുന്നു, ശരിയാണ്. അല്ലാഹുവിന്റെ റസൂല് കാണുന്നു, ശരിയാണ്. മോമിനീങ്ങൾ കാണുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയം, അത് ഹയാത്തുള്ളവരാണോ മരണപ്പെട്ടു പോയവരാണോ? അതാരാ കാണുന്നത്? മരണപ്പെട്ടുപോയ ഔലിയാക്കൾ കാണുന്നു എന്നൊരു പക്ഷേ നമ്മൾ വിശ്വസിച്ചു, മുസ്ലിം ലോകം അത് അംഗീകരിച്ചു. പക്ഷെ ഖുർആനിന്റെ ആയത്തിലൂടെ അതേ സമയത്ത് തഫ്സീരിന്റെ പണ്ഡിതന്മാര് പലതും അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു എന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സാധാരണ മനുഷ്യൻ ചിന്തിക്കുകയാണ്, മുഅ്മിനീങ്ങൾ ഹയാത്തുള്ളവരാണോ മരണപ്പെട്ടു പോയവരാണോ കാണുന്നത്? ഇപ്പോൾ എങ്ങനെയാ കാണുന്നത്? നമ്മുടെ KCF-ന്റെ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് ലൈവിലൂടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുഅ്മിനീങ്ങൾ കാണുകയാണ്. അപ്പോൾ ലൈവിലൂടെയും ലോകം മുഴുവനും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങൾ കാണുന്നു. ഇതാ മുഅ്മിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാണുന്നു, അല്ലാഹുവിന്റെ റസൂലും കാണുന്നു, മുഅ്മിനീങ്ങളും കാണുന്നു.
അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് വെക്കാൻ സർവാധിപനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചവൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കാം, പടർന്നു പിടിക്കുന്ന രോഗത്തിന്റെ മുമ്പില്, പടർന്നു പിടിക്കുന്ന വലിയ പ്രയാസത്തിന്റെ, വലിയ വൈറസിന്റെ മുമ്പില് ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ മോമിനീങ്ങളാണോ, നിങ്ങൾ മുസ്ലിമീങ്ങളാണോ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. മഹബ്ബത്തി റസൂലില്ലാഹ്, അല്ലാഹുവിനോടുള്ള മഹബ്ബത്തുണ്ടോ, ഭയപ്പെടേണ്ടതില്ല. അതാണ് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയപ്പോൾ 10 കൊല്ലം അതാ വാദരോഗത്തിൽ കിടന്ന് ഒരിക്കലും ഇതിലൂടെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവിടെന്ന് തീരുമാനിച്ചെങ്കിലും പക്ഷേ എന്റെ ഹബീബ് എന്നെ കൈയൊടിക്കില്ല. 10 കൊല്ലമായി കിടന്ന്, 10 കൊല്ലമായി അവിടുന്ന് രോഗിയായി കിടക്കുന്ന മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഏത് വൈദ്യരെ കാണണമെന്ന് ചിന്തിച്ചതല്ല, ഏത് വലിയ വലിയ ഡോക്ടർമാരെ കാണണമെന്ന് ചിന്തിച്ചതല്ല, ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് ചിന്തിച്ചതല്ല, മറിച്ച് ഏത് ഹല്ലിമരുന്നോ, ഏത് മറ്റേ മരുന്നോ, പച്ചമരുന്നോ അന്വേഷിച്ച് നടന്നതല്ല. ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിപ്പോയപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ട് എന്ന് ചിന്തിച്ച് പേനയെടുത്തു, പേപ്പറെടുത്തു, എഴുതി കൊടുത്തു. ആമിൻ തദക്കുറുജി റാനിൻ ബിദി സലമി മാസജിത ദമ്മൻജറ മിമ്മുഖുലതിൻ ബിദമി. സുബ്ഹാനല്ലാഹ്, അതിലേക്ക് ഞാൻ കടന്നു ചെന്ന് സംസാരിക്കുന്നില്ല. ആ ബൈത്തൊന്ന് എഴുതിയിട്ട് ഒന്ന് രാത്രി അല്പം മടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് മഹാനായ ഇമാം ബുസൂരി തങ്ങൾ കിടക്കത്തിലായിരുന്ന ഇമാം ബുസൂരി തങ്ങൾ എണീറ്റിരുന്നു. സുബഹി നിസ്കാരത്തിൽ അലക്സാണ്ട്രിയയുടെ സിറ്റിയിലുള്ള പള്ളിയിലേക്ക് ചെന്നു. എല്ലാരും അത്ഭുതത്തോട് നോക്കി, മുഹമ്മദ് അല്ലേ ഇത്, മുഹമ്മദ് അല്ലേ, നിങ്ങളല്ലേ രാത്രി കിടന്നാള്, എങ്ങനെയാണ് പള്ളിയിലേക്ക് എത്തിയത്? അത്ഭുതത്തോടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിലേക്കും കടക്കുന്നില്ല. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖേനയല്ലാതെ ഒരാൾക്കും ഇവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. ശക്തമായ കോവിഡ്-19 പ്രയാസത്തില് പോലും മുസ്ലിം ലോകം ഹബീബായ നബി തങ്ങളുടെ മദ്ഹാലാപനം നടത്തുകയാണ്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അതാ മദ്ഹ് പറഞ്ഞു കൊണ്ടാടുകയാണ്. കാരണം തുല്യതയില്ലാത്ത നേതാവല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഏത് പ്രശ്നങ്ങൾ റബ്ബിനോട് പറഞ്ഞാൽ, ഏത് പ്രയാസങ്ങൾ പറഞ്ഞാൽ അല്ലാഹു ഉത്തരം തരാതിരിക്കില്ല. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല. നിങ്ങൾ നോക്കൂ, ഹിറാ ഗുഹയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മടിയിൽ കിടക്കുകയായിരുന്ന ചരിത്രം നിങ്ങളൊക്കെ വായിച്ചവരാണ്, നോക്കിയവരാണ്, കേട്ടവരാ. എന്നാൽ അതിലൂടെ ഒരു ചരിത്രം കൂടിയുണ്ട്. മഹാനായ സിദ്ദീഖ് തങ്ങളുടെ കാലിലേക്ക് ഒരു പാമ്പ് വന്ന് കൊത്തിയ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ആ പാമ്പങ്ങ് കൊത്തിക്കളഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ശക്തമായ വേദന വന്നുപോയി. ശക്തമായ വേദന വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലൂടെ ധാരധാരയായി വെള്ളം വന്നു. അവിടുന്ന് വിഷമങ്ങ് നെറുവന്തലയിലേക്ക് കയറിക്കളഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
എന്റെ മടിയിൽ കിടക്കുന്നതാരാണ്? ലോകത്തിന്റെ തിരുദൂതര് മുസ്തഫായ തങ്ങളാണ്. ഞാൻ കാലണക്കുന്നില്ല. ഹബീബായ നബി തങ്ങളുടെ ഉറക്കിന് ഭംഗം വന്നു പോകുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കത്തിന് ഒരിക്കലും ഭംഗം വന്നുകൂടാ, പ്രയാസങ്ങൾ വന്നുകൂടാ. കാലണക്കിയില്ല. വിഷമങ്ങ് നെറുവന്തലയിലേക്ക് അങ്ങ് കയറിക്കളഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് തങ്ങള് പോലും കണ്ണതാ കാലണക്കാതെ കണ്ണിലൂടെ വെള്ളമങ്ങ് തായ്പോട്ട് വരുമ്പോ ആ വെള്ളമതാ തന്റെ മടിയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവായ അതാ ഹബീബായ മുസ്തഫായ തങ്ങളുടെ മുഖത്തിലേക്ക് അങ്ങ് വീണപ്പോ ചാടിയുടരുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. മാബകാ യാ സിദ്ദീഖ്, എന്തിനാണ് കരയുന്നത് സിദ്ദീഖ്? എന്ത് പറ്റിപ്പോയ സിദ്ദീഖ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, എന്റെ കാലിലേക്ക് കടിച്ചുപോയി നബിയെ വല്ല സാധനം അകത്തില്ലെന്ന്. കാല് പുറത്തേക്ക് വലിച്ചു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ അവിടത്തെ ശറഫാക്കപ്പെട്ട ഉമനീര് കൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലിലേക്ക് അങ്ങ് പുരട്ടിക്കൊടുത്തപ്പോ ഇഞ്ചക്ഷൻ ഇല്ലാതെ, മെഡിസിൻ ഇല്ലാതെ, ഗുളികയില്ലാതെ, ഒരൊറ്റൊരു കേരിമുരിക്കലില്ലാതെ, ഒരൊറ്റൊരു ഗുളികയില്ലാതെ വിഷമങ്ങ് തായ്പോട്ടിറങ്ങിക്കളഞ്ഞു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി കണ്ടോ, ഒരു ഓപ്പറേഷൻ ഇല്ല, ഒരു ഗുളികയില്ല, ഒരു മെഡിസിൻ ഇല്ല, ഒരു ഇഞ്ചക്ഷൻ ഇല്ല, ഒന്നുമില്ലാതെ ആ വിഷം മുഴുവനും തായ്പോട്ടിറങ്ങിക്കളഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് രോഗം മുഴുവനും ഭേദമാവുകയാണ്. എല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ കൺട്രോളിലാണ്. ഹയാത്തി ഖൈറുൽ ലക്കും മമാതി ഖൈറുൽ ലക്കും. കാണുന്ന സൂര്യനാണെങ്കിലും ഇന്ന് അസ്തമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൈവിരലങ്ങ് ചൂണ്ടി കാണിച്ചാൽ ആ സൂര്യനങ്ങ് തനിയെ നിന്നുകളയും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു നേതാവിനോട് പകരം വെക്കാൻ ലോകത്ത് ഏത് നേതാവാണുള്ളത്? അങ്ങനെയുള്ള ഒരു പ്രവാചകനെ തുലനം വെക്കാൻ ആരാണ് ഈ ലോകത്തുള്ളത്? ആ പാമ്പങ്ങ് പുറത്തേക്ക് വരികയാണ്. ഞാൻ വിഷയം പറയുന്നത് അവിടെയാണ്. പാമ്പങ്ങ് പുറത്തേക്ക് വന്നപ്പോ ആ പാമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്. പാമ്പാ വിളിക്കുന്നത്. മുജാഹിദുകൾക്ക് വിളിക്കാൻ പറ്റില്ല, വഹാബികൾക്ക് വിളിക്കാൻ പറ്റില്ല, സലഫികൾക്ക് വിളിക്കാൻ പറ്റില്ല. എന്നാൽ സുന്നിയായ പാമ്പ് വിളിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് നൽകണം നബിയേ. അങ്ങയുടെ അങ്ങയുടെ സഹചാരിയായ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലിലേക്ക് ഞാൻ മാറി മാറി കൊത്തി നബിയേ. പ്രയാസം കൊണ്ട് കൊത്തിയതല്ല, വെറുപ്പ് കൊണ്ട് കൊത്തിയതല്ല. ആ പാമ്പ് മറുപടി പറയുകയാണ്, നബിയേ, ഞാൻ ആരാണെന്നറിയോ? ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച വലിയ പാമ്പായിരുന്നു. എന്നെ കണ്ടാൽ ആരും പേടിച്ചു പോകും, ഭയന്നു പോകും. അങ്ങനെയുള്ള തീകണൽ പോലെയുള്ള വലിയ കണ്ണുകളുമായി വലിയ വിഷം ചീന്തുന്ന വലിയ മൂർഖൻ പാമ്പായിരുന്നു ഞാൻ. പക്ഷേ ഒരു സുപ്രഭാതത്തിലൂടെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഭാഷണം ഞാൻ അങ്ങ് കേൾക്കുകയാണ്. ആ പ്രഭാഷണം എന്തെന്നറിയോ? ഓ ജനങ്ങളെ, ഈ കാണുന്ന ഗാറു സൗർ എന്ന് പറയുന്ന പർവ്വതത്തിലൂടെ അവസാനത്തെ പ്രവാചകൻ വന്നിട്ട് 3 ദിവസം താമസിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഭാവി വാക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. അങ്ങനെയുള്ള പ്രസംഗം ഞാൻ ഇങ്ങ് കേട്ടു.
ആ കേട്ടപ്പോൾ ഈ പർവ്വതത്തിന് ലക്ഷ്യം വെച്ച് ഞാൻ അങ്ങ് വരുന്ന സമയത്ത് എവിടെ നിന്നിട്ടോ ഒരു വലിയ പരന്ത് എന്റെ അടുത്തേക്ക് വന്നു നബിയേ. ആ പരന്ത് വന്നിട്ട് എന്നെ കൊത്തിക്കളഞ്ഞു നബിയേ. എന്നിട്ട് എന്നെ കഴിക്കാൻ വേണ്ടി തിന്നാൻ വേണ്ടിയിട്ട് എന്നെ കൊത്തിയങ്ങ് ആകാശത്തിലൂടെ അങ്ങ് പറന്നു നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രസംഗം കേട്ട് ഞാൻ ഈ വഴിയിലൂടെ നടക്കുമ്പോ പറക്കുന്ന സമയത്ത് ഒരു ഗരുഡൻ എന്നെ വന്നിട്ട് എന്നെ കൊത്തിക്കളഞ്ഞു. ഞാനിങ്ങനെ എന്നെ ആ ഗരുഡന്റെ കാലിലൂടെ ആ ആകാശത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ ഞാനങ്ങ് പറക്കുന്ന സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ആ പാമ്പ് പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഐ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ തന്നെയല്ലേ പറയുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാരത് രേഖപ്പെടുത്തുകയാണ്. നബിയേ, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന സമയത്ത് ഞാനങ്ങ് ചിന്തിച്ചു പോയി, ഇനി ഞാൻ രക്ഷപ്പെടില്ല, ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാൻ ഈ പതാപ്പായി കാണുന്ന അന്തരീക്ഷത്തിലൂടെ പറക്കുകയാണ്. ഇതേ ഗരുഡന്റെ കാലിലൂടെയാണ് ഞാനുള്ളത്. എന്നെ ഭക്ഷിച്ചു കളയുമല്ലോ. ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ഇനി അവസാനത്തെ പ്രവാചകനായ ഹബീബായ നബി തങ്ങളെ കാണാൻ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ. ലൈവ്ക്ക് സൗണ്ട് കൂടുതൽ കൊടുത്തല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനായിരുന്നു എന്റെ യാത്ര. പക്ഷേ എന്നെ അതാ ഗരുഡൻ കൊത്തിക്കളഞ്ഞു. എന്നാൽ ഈ ആകാശത്തിലൂടെ ഞാൻ എന്റെ റബ്ബിനോടങ്ങ് പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ അവസാനത്തെ പ്രവാചകനെ മുൻനിർത്തിക്കൊണ്ട് തവസ്സുൽ ചെയ്തുകൊണ്ട്, റബ്ബേ, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെയൊന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. അത് എന്തിനാണെന്നറിയോ? അവസാനമായി വരുന്ന എന്റെ പ്രവാചകനായ, അവസാനത്തെ പ്രവാചകനായ മുസ്തഫായ തങ്ങളെ കാണാൻ എന്റെ ഒരു ആയുസ് നീട്ടിത്തരണേ അല്ലാ. എന്റെ ഹബീബായ നബി തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അതാ അന്തരീക്ഷത്തിലൂടെ റബ്ബിനോടങ്ങ് പ്രാർത്ഥിച്ചപ്പോ ആ ഗരുഡന്റെ കാലിൽ നിന്ന് ഞാനിങ്ങ് തെറിച്ചു കളഞ്ഞു. എന്നിട്ടോ ഈ കാണുന്ന ഗാറുസൗറിന്റെ താഴ്വരയിലേക്ക് ഞാൻ എന്നെ മറഞ്ഞു വീണു. അങ്ങനെ മറഞ്ഞു വീണപ്പോ സുബ്ഹാനല്ലാഹ്, ഞാനൊരു സമയം കൂടി നഷ്ടപ്പെടുത്താതെ ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങ് കയറുകയാണ്. എന്നിട്ടോ ഈ ദ്വാരത്തിലേക്ക് അങ്ങ് കയറുകയാണ്. എന്നിട്ടോ ചെറിയ ദ്വാരത്തിലൂടെ ഞാൻ ഒളിച്ചിരിക്കുന്നത് കാലങ്ങളായി നബിയേ, കാലങ്ങളായി നബിയേ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു തുള്ളി ജലം കുടിച്ചിട്ടില്ല, ഒരു തുള്ളി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഭക്ഷണവും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിലൂടെ ഗാറുസൗറിൽ വെച്ചിട്ട് ഒരു ദ്വാരത്തിന്റെ ഉള്ളിൽ വെച്ച് ഞാൻ എന്നെ കാത്തിരിക്കുന്നത് എന്റെ അവസാന ശ്വാസം പോകുന്നതിന് മുമ്പ് ഞാൻ ശേഷിച്ചു പോയി നബിയേ, മെലിഞ്ഞു പോയി നബിയേ, ക്ഷീണിച്ചു പോയി നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം തൊട്ട് മുതൽ ഇന്നേ വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഈ കാണുന്ന പർവ്വതത്തിന്റെ ദ്വാരത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാൻ കാരണം എന്റെ ഹബീബിനെ കാണാൻ, എന്റെ റസൂലിനെ കാണാൻ, എന്റെ മുസ്തഫായ തങ്ങളെ കാണാൻ.
അതിനു വേണ്ടിയാണ് ഞാൻ ഇരുന്നത്. അതിപ്പോൾ ഹബീബായ നബി തങ്ങൾ ഇവിടെ എത്തിയപ്പോ സിദ്ദീഖ് തങ്ങൾ അവിടത്തെ ചുണ്ടം കരൾ കൊണ്ട് അടച്ചു വളഞ്ഞു നബിയേ. ആ സിദ്ദീഖ് തങ്ങളുടെ കാല് വലിക്കാൻ ഞാനങ്ങ് കൊത്തിക്കളഞ്ഞതാണ്. കണ്ടില്ലേ, ആരാണ് തൗസ്സുൽ ചെയ്തത്? മനുഷ്യനല്ല, ഇവിടെ ഒരു പാമ്പായിരുന്നു. ഹബീബായ നബി തങ്ങളെ കാണാൻ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഒന്നും കഴിക്കാതെ, പുറം ലോകം ബന്ധവുമില്ലാതെ ആ ഉമൈർ എന്ന് പറയുന്ന പാമ്പ് പർവ്വതത്തിന്റെ ഉള്ളിൽ വെച്ച് കാത്തിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഹബീബായ നബി തങ്ങളോട് എത്രമാത്രം മഹബത്ത് വെക്കണം. ഞങ്ങൾ തോന്നിവാസം മുടിവെട്ടുന്നത് നിർത്തുന്നില്ല. നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളെ മുടി വരെ കൊണ്ടുപോയിട്ട് ഏതോ അമേരിക്കക്കാരന്റെ ചീഞ്ഞുനാറിയ സംസ്കാരം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മക്കളുടെ തലയിലേക്ക് വാപ്പയും ഉമ്മയും ഭ്രാന്തന്മാരായി മക്കളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ദുരവസ്ഥ. സുബ്ഹാനല്ലാഹ്, എത്ര പ്രഭാഷണം നടത്തി നമ്മുടെ പണ്ഡിതന്മാരെ എല്ലാ ദിവസങ്ങളും ആളുകൾ പറയുന്നു, തോന്നിവാസം മുടി വെട്ടിക്കളയരുത് മോനെ, തോന്നിവാസം താടി വെട്ടരുത് മോനെ. നീ താടി വെക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? മുസ്തഫായ തങ്ങൾക്ക് വേണ്ടിയാ. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞതുപോലെ മുടി വെട്ടിയാൽ 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് മുസ്തഫായ തങ്ങൾ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പക്ഷേ നമ്മൾ ഓർക്കണം, അങ്ങനെയുള്ള എത്ര തമാടിത്തരമാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്. എത്ര വേണ്ടാത്തരങ്ങൾ, കഞ്ചാവിന്റെ അഡിക്റ്റുകളായി ഞങ്ങൾ മാറുന്നു. ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഓ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഹബീബായ നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. എന്റെ കുഞ്ഞുമകനെ കൊണ്ടുപോയിട്ട് അവരിങ്ങനെ വെട്ടണം അങ്ങനെ വെട്ടണം എന്ന് പറഞ്ഞിട്ട് തലമുടി വെട്ടുന്ന കോലം കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ബർത്ത്ഡേ എന്ന പേര് പറഞ്ഞിട്ട് വലിയ തമ്മാടിത്തരം അറന്ന് തകർക്കുകയാണ് ലോകത്തിവിടെ. അത് നിരോധിക്കാൻ മുസ്ലിമീങ്ങൾ എവിടെ? കൊറോണ വന്നപ്പോ, വൈറസ് വന്നപ്പോ, ഓ അല്ലാഹു വൈറസ് വന്നു, ദുനിയാവിലേക്ക് വല്ല മുസീബത്ത് വന്നു, കായ്ക്കണികളിലേക്ക് വല കൂടി, പച്ചക്കറികൾ ഇല്ലാതെയായി, ഭക്ഷണങ്ങൾ ഇല്ലാതെയായി എന്ന് 40 പ്രാവശ്യം പറയുന്ന ചെറുപ്പക്കാരാ, എന്റെ ജീവിതം ഹബീബിന്റെ മോഡലാക്കാൻ നീ തയ്യാറുണ്ടോ? കേക്ക് മുറിക്കുന്ന ഒരു അവസ്ഥ കണ്ട സുബ്ഹാനല്ലാഹ്, മുസ്ലിം സമുദായം ക്രിസ്ത്യാനികളെ പോലെ, മജൂസികളെ പോലെ, കാഫിരീങ്ങളെ പോലെ നഊദു ബില്ലാഹ് അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണം കൊണ്ടുവന്ന് അത് മേശപ്പുറത്ത് വെച്ച് എന്നിലേക്ക് അതിൽ അവന്റെ പേരും വെച്ച്, വേണമെങ്കിലും അവന്റെ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പേരും കൂടി വെച്ച്, എന്നിട്ട് സുബ്ഹാനല്ലാഹ് മറ്റവന്റെ വായിലേക്കും മുഖത്തിലേക്കൊക്കെ അതിനെ പുരട്ടിയിട്ട് ഐസ്ക്രീം പുരട്ടുക. ഇത് പറയാതിരിക്കാൻ നിങ്ങൾക്ക് നിർവാഹമില്ല. കേക്ക് പുരട്ടുക, കേക്ക് ഇങ്ങനെ മുഖത്തിലേക്ക് പുരട്ടിയിട്ട് മുട്ടയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അത് വീഡിയോ ക്യാമറോപ്പി എടുക്കുമ്പോ അത് വാട്സപ്പിലൂടെ വിടുമ്പോ നാണമില്ലേ ചെറുപ്പക്കാരെ? നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ ഞാൻ ഹബീബായ മുസ്തഫായ തങ്ങളെ ഉമ്മത്താണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? മുസ്ലിം പണ്ഡിതന്മാർ എത്ര വയല് പറഞ്ഞു, ഇതാ കൊറോണ എന്ന് പറയുന്ന രോഗം വരും, മാരകമായ രോഗം വരും, മാരകമായ വൈറസ് വരും, മാരകമായ വൈറസ് വരും. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ അധികാരത്തിൽ വന്നാൽ അധികാരത്തിന്റെ പിന്നാലെ അവരുടെ ബാക്കിലൂടെ നിങ്ങൾ നശിച്ചു പോകും, അടിമകളായി തല്ലിത്തകർന്ന് ചവച്ചറച്ചു പോകുമെന്ന് നമ്മുടെ പണ്ഡിതന്മാര് വാല് പറഞ്ഞു. പക്ഷേ മുസ്ലിം ലോകത്തിന് തിരിയുന്നില്ല, മനസ്സിലാകുന്നില്ല.
ഒരിക്കലും ആലോചിക്കുന്നില്ല. കല്യാണത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന ധൂർത്തങ്ങളോ. പക്ഷേ ഇപ്പോഴോ കല്യാണം പഴയ കല്യാണമായി മാറിക്കളഞ്ഞു. ഇപ്പൊ ഈ അടുത്ത് 21 വർഷമാകുമ്പോഴും ആകണം കല്യാണമെന്ന് ഗവൺമെന്റ് ഒരു ഫേക്ക് ന്യൂസ് വന്നപ്പോ സുബ്ഹാനല്ലാഹ് എനിക്കും പല ആളുകളും ഫോൺ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഫോണിലൂടെ എങ്ങനെയാണ് നിക്കാഹ് ചെയ്യേണ്ടത്? അങ്ങനെ ഇപ്പൊ ആഡംബരങ്ങളില്ല, സ്വർണത്തിന്റെ കുമാരങ്ങളില്ല, വസ്ത്രത്തിന്റെ ആർഭാടങ്ങളില്ല, ഭക്ഷണത്തിന്റെ പിന്നെ അനാവശ്യങ്ങളില്ല. വലിയ കാറിലൂടെയും വലിയ അഹങ്കാരത്തിലൂടെയും തുള്ളിച്ചാടി പുതുനാട്ടിയും പുതിയാപ്പിളയും കൂടെയുള്ള ചെങ്ങായിമാര് തുള്ളിച്ചാടി ഡാൻസ് കളിക്കാൻ ഇന്നില്ല. അള്ളാഹു നിന്നെ കൊണ്ട് നിർത്തിക്കളഞ്ഞു. സാധുവായ എന്റെ പ്രഭാഷണത്തിലും എന്നെ പോലെയുള്ള പല ആളുകളും പ്രഭാഷണത്തിലൂടെ പറഞ്ഞു, ഓ ചെറുപ്പക്കാരെ, കല്യാണത്തിന്റെ പേര് പറഞ്ഞു നിങ്ങൾ മയ്യത്ത് കട്ടിലും ആനപ്പുറത്തിലും പെണ്ണുങ്ങളെ പരസ്യമായി പുറത്തിറക്കുന്ന നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യല്ലേ, അരുത് 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 എന്ന് നമ്മുടെ പണ്ഡിതന്മാര് 40 പ്രാവശ്യം വിളിച്ചു പറഞ്ഞപ്പോ, ചെറുപ്പക്കാരാ നിനക്ക് കണ്ണ് കാണാത്തപ്പോ ചെവിടെ കേൾക്കാത്തപ്പോ അല്ല ചോദിച്ചടാ എന്റെ അദാബാനടോ, തടുത്തുവെങ്കിൽ തടുത്തോ, എടുത്തോ. 5 ആളുകളെ കൊണ്ട് മാത്രം നിക്കാഹിച്ചാ മതി. വസ്ത്രം വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ഭക്ഷണത്തിന് ഒരിക്കലും ഞാൻ എതിരല്ല, പക്ഷേ ദൂർത്ത് ചെയ്യാൻ പാടില്ല, ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇതൊരിക്കലും ഈ സമുദായം ചെയ്യാൻ പാടില്ല. ഈ സമുദായം മുസ്തഫായെ തങ്ങൾ ഏത് വഴിയിലൂടെയാണ് നടക്കുന്നത്, ആ വഴിയിലൂടെ അങ്ങ് നടന്നാൽ ഈ സമുദായത്തിനൊരു പ്രയാസമില്ല, ഒരു ദുഃഖമില്ല. ഇനിയും സുബ്ഹാനല്ലാഹ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്ന രംഗം കണ്ടെങ്കിലോ, സുബ്ഹാനല്ലാഹ് മുസ്ലിം പെൺകുടിമാര് വീട് വിട്ട് പുറത്തിറങ്ങിക്കളഞ്ഞു. അവരാരുടെ മുമ്പിൽ വേണമെങ്കിലും സംസാരിക്കാം, തോന്നിവാസം ഒച്ചയിടാം, തോന്നിവാസം ശബ്ദമിടാം, ഒരു കുറവുമില്ല. അവളൊരു പെണ്ണാണെന്നുള്ള ഒരു സാധാരണ ചെറിയ കുട്ടികൾക്കുള്ള ബോധം പോലും ഒരു പെൺകുട്ടിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്റെ ശബ്ദം പുറത്ത് കാണാൻ പാടില്ല, പുറത്ത് കേൾക്കാൻ പാടില്ല, എന്റെ സൗന്ദര്യം പുറത്ത് കാണാൻ പാടില്ല, എന്നെ പുറത്തറിയാൻ പാടില്ല, ഞാൻ ഭർത്താവിനെ അനുസരിക്കണം, ഞാൻ മക്കളെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചെറിയ ലോലമായ ഒരു ബുദ്ധി പോലും നമ്മുടെ പെൺകുട്ടികൾക്ക് ഇന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ട് കളയാനുള്ള കാരണം എന്താ? ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്തില്ലാത്തത് കൊണ്ടാണ്. പെണ്ണുങ്ങളെ ആലോചിക്കണം. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ലൈവിലൂടെ സ്ത്രീകൾ ഉണ്ടാകാം. നിങ്ങളെ ഭർത്താക്കന്മാരെതിരെ പ്രവർത്തിക്കാൻ പാടില്ല, ഭർത്താക്കന്മാർക്ക് നന്ദികേട് കാണിക്കാൻ പാടില്ല. അത് കുഫ്റിൻ ദൂരെ കുഫ്റുൻ എന്ന് കഥാ ഹദീസുകളിലൂടെ പറഞ്ഞതായി കാണാം. കുഫ്റിന്റെ ചെറിയ കുഫ്റാണ് ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കൽ. ഇത് പാടില്ല, കടുത്ത ഹറാമാണ്. ഒരു ഭർത്താവ് ഭാര്യക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തില്ലെങ്കിൽ, ഒരു ഭർത്താവ് ഭാര്യക്ക് പൊരുത്തപ്പെട്ടു തന്നില്ലെങ്കിൽ അവളുടെ ഇരിപ്പിടം നരകമാണ്. അവൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, ദിക്റ് ചൊല്ലിയിട്ട് കാര്യമില്ല, തസ്ബീഹ് ചൊല്ലിയിട്ട് കാര്യമില്ല, ലോകത്തെന്തോ നന്മ ചെയ്തിട്ട് കാര്യമില്ല. പ്രൊട്ടസ്റ്റിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലാതെയോ സ്ത്രീകളെ പുറത്തിറക്കുന്ന എത്രയോ ആളുകളുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അങ്ങനെ വേണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ നമ്മുടെ സ്ത്രീകൾ എല്ലാ രംഗത്തും സ്ത്രീകളെ പുറത്തിറങ്ങാൻ തുടങ്ങി. അവരുടെ ശബ്ദത്തിനൊരു പരിധിയില്ല. ശബ്ദിക്കാനും ചീത്ത വിളിക്കാനും ആക്ഷേപിക്കാനും ഏത് രംഗത്തും സ്ത്രീകൾക്കൊന്നും കുറവൊന്നുമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് നിരോധിച്ചതാണ്. പെങ്ങളെ അത് മാറ്റിവെക്കാതെ നിന്റെ ഇന്നത്തെ ഇശാ നിസ്കാരമോ, ഗൾഫുകാരത്തിയായ പെണ്ണിന്റെ മഗ്‌രിബ് നിസ്കാരമോ, അല്ലെങ്കിൽ നാളെ നേരം പുലരാൻ നേരത്ത് നീ തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിലോ നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. ഞാൻ നീട്ടി പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ
കേവലം 4 ദിവസത്തിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ദുനിയാവിൽ കിട്ടുന്ന മുഴുവൻ സുഖത്തിന്റെ പേരിൽ ഓതാക്കേരി നടക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഞ്ചാവിന്റെ അഡിക്റ്റുകളായി സുബ്ഹാനല്ലാഹ് എത്രയെത്ര ചെറുപ്പക്കാരാണ് കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വലിയ ഭാഗ്യവാന്മാരാണ്. പക്ഷേ റമളാനിന്റെ തലേ ദിവസം വരെ റബീഉൽ അവ്വൽ ആയാലും കഞ്ചാവ് വലി നിർത്തുന്നില്ല, ആൻസ് വലിക്കൽ നിർത്തുന്നില്ല, കള്ളുകുടി നിർത്തുന്നില്ല, വ്യഭിചാരം നിർത്തുന്നില്ല. സുബ്ഹാന ജല്ല ജലാലുഹു, എന്തൊരു അത്ഭുതമാണ്. എന്നിട്ട് പറയാ ഞങ്ങൾക്ക് കൊറോണ വൈറസ് അത് അദാബാണ്, പിന്നെ തെറ്റാണ്, ഞങ്ങൾ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, അല്ല ഞങ്ങളെ കാണാണ്ട്. അല്ല എന്താ കാണുക? അല്ല കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എടോ, ഈ കാലത്തൊന്ന് ശരിയാകണം, നമ്മുടെ ജീവിതം ഒന്ന് ശരിയാകണം, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ശരിയാകണം. നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊറോണ രോഗം നിർത്താൻ ഒരു സെക്കൻഡും വേണ്ട, ഒരു നിമിഷവും വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബ്ബിനോട് ഒരൊറ്റൊരു പ്രാർത്ഥന മതി. മദീനയുടെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ അതാ കടന്നിട്ട് റബ്ബിനോട്, പടച്ചവനെ ഈ കൊറോണ വൈറസ് ഒന്ന് മാറ്റണേ എന്ന് ഒരൊറ്റൊരു ദുആ മതി, മനസ്സിലൊന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ ഈ രോഗം ഈ ലോകത്ത് കാണൂല. പക്ഷെ എന്ത് വേണം? ഞാൻ ഹബീബായ നബി തങ്ങളെ പ്രേമിക്കുന്നവനാകണം, ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് വെക്കുന്നവനാകണം, അവിടുന്ന് ഇഷ്ടം വെക്കുന്നവനാകണം. ഞാൻ സുദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നന്മ ചെയ്യുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വലിയ വലിയ ആലിമീങ്ങളൊക്കെ വിട പറഞ്ഞു പോയി. താജുൽ ഉലമാ നവ്വറല്ലാഹു മർകദഹു, മഹാനവറുകൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ബേക്കൽ ഉസ്താദ് വിട പറഞ്ഞു പോയി. ഷറഫുൽ ഉലമ മാനി ഉസ്താദ്, ഷറഫുൽ ഉലമ ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് വിട പറഞ്ഞു പോയി. അവരൊക്കെ കാണിച്ചു തന്ന മാർഗത്തിലൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളന്ന് ചരിച്ചാൽ ഞങ്ങൾക്ക് പ്രയാസമില്ല, ദുഃഖമില്ല. ഒരൊറ്റൊരു ചരിത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ നിർത്തട്ടെ. നിങ്ങൾക്കറിയുമോ നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ആര് നോക്കൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? റിട്ടനടി ഒരൊറ്റൊരു ചരിത്രം എന്റെ മോമിനീങ്ങളോട്, എന്റെ കൽബിലേക്കും നിങ്ങളുടെ കൽബിലേക്കും ഞാൻ ഇട്ട് തരികയാണ്. ഖൈബർ രണാങ്കണം നിങ്ങൾ കണ്ടില്ലേ? ഖൈബർ യുദ്ധം നിങ്ങൾ കണ്ടില്ലേ? ആരാണ് ഖൈബർ യുദ്ധത്തിന് അവസാനമായി നേതൃത്വം വഹിച്ചത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഖദ് അലിമതു ഖൈബറു അന്നി മുറഹിബു സാക്കി സിലാഹും ബത്തലും മുജറബു അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ ലിർഗാമു ആജാ മിൻ ബലൈസു കശ്വറാ. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബർ രണാങ്കണത്തിൽ പൊരുതി വിജയം വരിച്ചപ്പോ ഖൈബർ രണാങ്കണത്തില് യുദ്ധം ചെയ്ത് മുറഹിബനെയും അട്ടാസിബിന് മുന്തിറിനെയും സാലിസിബിന് മുന്തിരിനെയും എല്ലാവരെയും വകവരുത്തി ഖൈബറിൽ ഇസ്ലാമിന്റെ ധീര പതാകമുയർത്തി, ഇസ്ലാമിന്റെ പടധ്വനി ഉയർത്തി, ഇസ്ലാമിന് വിജയം കാട്ടിതന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. യുദ്ധം കഴിഞ്ഞപ്പോ ശരിക്കും ശ്രദ്ധിക്കണം, യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂടെയുണ്ടല്ലോ.
മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്നിരുന്നു. യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതനായി വന്നിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തെ മടിയിൽ അങ്ങ് തലവെച്ച് അങ്ങ് കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. അസറിന്റെ സമയമായിരുന്നു. അസറിന്റെ സമയം കഴിഞ്ഞ സമയമായിരുന്നു. അത് അസറിന്റെ സമയം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരുടെ മടിയിലാ കിടക്കുന്നത്? നേരത്തെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മടിയിൽ കിടന്നതുപോലെ ലോകത്തിന്റെ നേതാവ് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ കിടക്കുകയാണ്. പക്ഷേ യുദ്ധം കഴിഞ്ഞ് ക്ഷീണിതനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടെ അസർ നിസ്കരിച്ചിട്ടില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അസർ നിസ്കരിച്ചിട്ടില്ല. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ അങ്ങ് തലവെച്ച് കിടക്കുകയാണ് ലോകത്തിന്റെ നേതാവ്. പക്ഷേ ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾക്ക് ഉറക്കം വന്നുപോയി. അലിയാർ തങ്ങൾ അസർ നിസ്കാരം അതാ ഖളാകാൻ എടുത്തു പോവുകയാണ്. അലിയാർ തങ്ങൾ അസർ നിസ്കാരം ഖളാകാൻ എടുത്തു പോവുകയാണ്. അവിടുന്ന് മഹാനായ പ്രവാചകൻ ഉണർന്നില്ല. പ്രവാചകൻ ഉണർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ പ്രത്യേകിച്ചും അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ വിളിക്കും? ലോകത്തിന്റെ നേതാവല്ലേ കിടന്നുറങ്ങുന്നത്, എനിക്ക് വിളിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കൽ അദബുകാടാണെന്ന് മനസ്സിലാക്കിയ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലൂടെ വെള്ളം വന്നുപോയി. അസ്ർ നിസ്കാരം ഖളാകാൻ അടുത്തിരിക്കുകയാണ്. അല്ലാ എന്റെ അസ്ർ നിസ്കാരം ഖളാകുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് കരഞ്ഞുപോയി. നമ്മളെ നിസ്കാരം ഖളാക്കുന്നതിന് കയ്യും കണക്കുണ്ടോ? ബിസിനസ് പോയാൽ നിസ്കാരമില്ല, യാത്ര ചെയ്താൽ നിസ്കാരമില്ല. പെണ്ണുങ്ങളെ കല്യാണത്തിലേക്ക് ചെല്ലുമ്പോഴേക്ക് നിസ്കാരത്തിന്റെ ഗന്ധകാലിയില്ല. നമ്മുടെ പെണ്ണുങ്ങൾക്ക് നിസ്കാരമില്ല. ളുഹറും ഖളാക്കി, അസറും ഖളാക്കി, മഗ്രിബും ഖളാക്കി. സുബഹി നേരത്തെ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ലേ, തീരെ വിവരമില്ല. കല്യാണത്തിന്റെ സദസ്സ് അലങ്കോലപ്പെടുത്തി. കല്യാണത്തിന്റെ സദസ്സ് മലീമസമാക്കി, ലാനത്തിറങ്ങുന്ന മജ്ലിസാക്കി മാറ്റി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണത്തിന്റെ സദസ്സ് വളരെ പുണ്യമായ സദസ്സാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിലേക്ക് കടന്നു എന്ന് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പുണ്യമായ സദസ്സ്. ആ സദസ്സിനെ വരെ മലീമസപ്പെടുത്തി. പുതുനാട്ടിയുടെ അസർ നിസ്കാരമില്ല, ളുഹർ നിസ്കാരമില്ല, മഗ്രിബ് നിസ്കാരമില്ല. നിസ്കാരം തുസല്ലി ഇലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി. എത്ര നിസ്കാരമാണ് നിസ്കരിക്കുന്നത്. നിന്റെ നിസ്കാരം കാരണം കൊണ്ട് നിന്റെ ശിക്ഷയ്ക്ക് അർഹനായി പോവുകയാണ്. നിസ്കാരം കൊണ്ട് നിനക്ക് ബോധമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്തിലൂടെ നമ്മൾ വളർന്നു വരണം. നമ്മുടെ മക്കൾ വളർന്നു വരണം. നമ്മുടെ ഭാര്യമാര് വളർന്നു വരണം. നമ്മുടെ കുടുംബങ്ങൾ വളർന്നു വരണം. നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും വളർന്നു വരണം. ACF-ന്റെയും ICF-ന്റെയും പ്രവർത്തകന്മാർ, SSF-ന്റെയും SYS-ന്റെയും പ്രവർത്തകന്മാർ ഇസ്ലാമിന്റെ ചിട്ടയിലൂടെ വളർന്നു വന്നു. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ചെറുപ്പക്കാര് എത്തി എവിടെ എത്തിപ്പോയി? ഇസ്ലാം ദീനിന്റെ മഹിതമായ സംസ്കാരം വലിച്ചെറിഞ്ഞ് ഏതോ കൂട്ടുകാരന്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ പ്രവർത്തകന്മാരിൽപ്പെട്ട ആളുകൾ തന്നെ ഏതോ ഭാഗത്തിലേക്ക് സഞ്ചരിച്ചു പോവുകയാണ്. ഇപ്പോൾ അവർക്ക് വേണ്ടതുപോലെ വഅദ് കേൾക്കാൻ പറ്റുന്നില്ല, വഅദ് കൊടുക്കാനും പറ്റുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം ഖളാക്കിക്കൂടാ.
ഉസീകും ബിസ്സലാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന ശയ്യയിൽ കിടക്കുന്ന സമയത്ത് അവിടുന്ന് മുഅ്മിനീങ്ങളോട് വിളിച്ചു പറയുകയാണ്, ജിബ്രീലിനോട് വിളിച്ചു പറയുകയാണ്, അതേ കുടുംബത്തിനോട് വിളിച്ചു പറയുകയാണ്, ഉസീകും ബിസ്സലാ, നിങ്ങൾ നിസ്കാരം മുറുകെ പിടിക്കൂ, കൈവെടിയല്ലേ. സുബ്ഹാനല്ലാഹ്, അത്രയും വലിയ വിഷയമാണ്. ഒരു ദിവസത്തിൽ 100 സുജൂദെങ്കിലും ചെയ്യണം. ഞാനും നിങ്ങളും ഒരു ദിവസത്തിൽ 100 സുജൂദെങ്കിലും ചെയ്യണം. എങ്ങനെയാണ് 100 സുജൂദ് ചെയ്യാനുള്ളത്? 5 വഖത്ത് നിസ്കാരത്തിലുള്ള സുജൂദുകളെന്ന് കണക്ക് കൂട്ടിക്കോ. ഈ എന്റെ ലൈവിൽ കേൾക്കുന്ന ആളുകൾ, വയല് കേൾക്കുന്ന ആളുകൾ എന്ന് സൂക്ഷിച്ചോ, പഠിച്ചോ. നിങ്ങൾ 5 വഖത്ത് നിസ്കാരത്തിൽ എത്രയാണ് സുജൂദുള്ളത്? അതിന്റെ മുന്നിലും ബാക്കിലുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൽ എത്ര സുജൂദുള്ളത്? അങ്ങനെ സുജൂദ് അങ്ങ് കണക്ക് കൂട്ടിക്കോ. ദുഹാ നിസ്കാരത്തിന്റെ സുജൂദ് 2 കണക്ക് കൂട്ടിക്കോ, 4 സുജൂദ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ 4 റക്അത്തിന്റെ 2 സുജൂദ് കണക്ക് കൂട്ടിക്കോ. 100 സുജൂദെങ്കിലും ദിവസത്തിൽ ചെയ്യണം നിങ്ങളും ഞാനും നിങ്ങളും. മുഅ്മിനീങ്ങളെ, റബ്ബിലേക്ക് സുജൂദ് ചെയ്യണം. അങ്ങനെ 100 പൂർത്തിയാകുന്ന സുജൂദ് മുസ്ലിമീങ്ങളെ ചെയ്യുന്നവരാരുണ്ടോ? ഹബീബായ നബി തങ്ങളുടെ മഹബ്ബത്തിലായി ആരുണ്ട്? അൽഹംദുലില്ലാഹ്, അല്ലാഹു സലാമത്താക്കി തരുമാറാവട്ടെ. എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ ഈ അടുത്ത് ഈ ലൈവിലൂടെ എല്ലാവരും കേൾക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിമീങ്ങൾ തന്നെ കൂടിയിട്ട് ഒരു കല്ല് ഷോപ്പ് തുടങ്ങുന്നത് എന്ത് രസമുള്ളത്! ആരാ? മുസ്ലിമീങ്ങളെ തന്നെ കൂടി കള്ള് ഷോപ്പ് അത് തുടങ്ങിക്കൊടുത്ത് ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു നാട്ടിൽ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പഞ്ചായത്ത് മെമ്പർമാര് അങ്ങനെ ഉണ്ടല്ലോ. അധികാരം കിട്ടിയാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ വാപ്പയാലും കണക്ക്, കള്ളായാലും കണക്ക്, പെണ്ണായാലും കണക്ക്. ഒരു മുസ്ലിം നേതാക്കള് എന്ന പേരിലിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന 2 ആളുകളുടെ മുന്നിൽ ഇതര മതസ്ഥർക്കാര് പറഞ്ഞു, ഇവിടെ കള്ള് ഷോപ്പ് വേണ്ട, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കള്ള് കുടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും, നമ്മുടെ ഈ കുഗ്രാമത്തിൽ കള്ള് ഷോപ്പ് നിങ്ങൾ ഉണ്ടാക്കണ്ട. അങ്ങനെ ചർച്ച മൂർത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു ചർച്ചയുടെ മജ്‌ലിസിൽ, ചർച്ച സ്ഥലത്ത് വെച്ച് ചർച്ച മൂർച്ചപ്പോൾ കൂടിയപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കള്ളു കുടിക്കുന്നവരില്ല, അതുകൊണ്ട് ഇവിടെ കള്ള് ഷോപ്പ് വേണ്ട എന്ന് ആ നാട്ടിന്റെ സ്ത്രീകൾ ആവശ്യപ്പെട്ടപ്പോ ഉത്തരവാദിത്വത്തിൽപ്പെട്ട് നിൽക്കുന്ന ചില മുസ്ലിം നാമധാരികൾ പറഞ്ഞു, നിങ്ങൾ ആരും അവിടെ കള്ളു കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ കുടിക്കും, അതുകൊണ്ട് അവിടെ കള്ള് ഷോപ്പ് ഉണ്ടാക്കാം നമുക്ക്, അതിന് നിങ്ങൾ ആരും എതിർത്ത് പോകണ്ട. ഇതാരാ? അമുസ്ലിമീങ്ങളല്ല പറയുന്നത്. അമുസ്ലിമീങ്ങൾ സ്ത്രീകൾ പറയും വേണ്ട വേണ്ടെന്ന്. പക്ഷെ മുസ്ലിമീങ്ങള്, പേര് പറയാൻ ഞാൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നില്ല, നമ്മുടെ ഈ കടമ താലൂക്കിൽ വെച്ച് നടന്നൊരു ദുർഘടമായ ഒരു വളരെ നീചമായ, നമ്മുടെ കർണാടകയിൽ, ദക്ഷിണ കന്നഡയിൽ ഒരു സ്ഥലത്ത് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. മുസ്ലിമീങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കള്ളുകുടിക്കും, അവിടെ കള്ളുകുടിക്കാനും വന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു നാണം പോലും ഇല്ലാതെ, ഒരു മടിയും പോലും ഇല്ലാതെ പറഞ്ഞു അവിടെ കള്ള് ഷോപ്പ് തുടങ്ങിക്കൊടുക്കുകയും കള്ള് കുടിപ്പിക്കാനുള്ള വഴിയുണ്ടാക്കുകയും ചെയ്ത മുസ്ലിം സമുദായത്തിന്റെ നാമധാരികൾ, ഈ സമുദായത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവരില്ലേ അവർ? നിങ്ങൾ ആലോചിച്ചോ, എത്ര വലിയ തമ്മാടിത്തരമാണിത്! ഇതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്? ഇതാണോ ഹബീബായ നബി തങ്ങളോടുള്ള പ്രേമം? ഇതാണോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക്? പിന്നെ എവിടെന്നാ രോഗം വരാതിരിക്കും? പിന്നെ എവിടെന്നാണ് ആപത്തുകൾ വരാതിരിക്കും? പിന്നെ എവിടെന്നാണ് പ്രതിസന്ധികൾ വരാതിരിക്കും? അതുകൊണ്ട് നിസ്കാരം ഖളാക്കല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളോടും ഒന്നാമതായി എന്നോട് ഞാൻ എങ്ങനെ പറയുകയാണ്,
നിസ്കാരം ഖളാക്കല്ലേ. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരം അതാ ഖളാകാൻ വേണ്ടി പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണരുന്നില്ല. അവിടുന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചിന്തിച്ചു പോയി, റബ്ബേ എന്റെ നിസ്കാരം ഖളായി പോയല്ലോ, എന്റെ ഹബീബിനെ ഉണർത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമത്തോടെ, വേചാരോടെ, പ്രയാസത്തോടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണിലൂടെ ധാരധാരയായി വെള്ളം താഴ്പോട്ട് ഉറ്റുന്ന സമയത്ത് ആ വെള്ളത്തിലൂടെ ഒരു തുള്ളി ജലം ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ അസ്തമിച്ചു കളഞ്ഞു. സൂര്യൻ അസ്തമിച്ചു, മഗ്രിബായി, അസ്ർ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കരച്ചൽ നിർത്തുന്നില്ല. എന്റെ നിസ്കാരം ഖളായി പോയെന്ന് പറഞ്ഞ് വല്ലാതെ കരഞ്ഞുപോയി. ആ സമയത്ത് കണ്ണിലൂടെ വീണ്ടും വെള്ളം ഹബീബായ നബി തങ്ങളുടെ മുഖത്തിലേക്കങ്ങ് വീണപ്പോ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് ഉറക്കത്തിലൂടെ നെട്ടി ഉണരുന്നു. ലാ യനാമു ഖൽബി, എന്റെ ഖൽബ് ഉറങ്ങിയിട്ടില്ല. വലാകിൻ ഐനി, എന്റെ കണ്ണുകൾ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. കണ്ണുകൾ മാത്രം ഉറങ്ങുന്ന ഖൽബ് ഉറങ്ങാതെ ലോകത്തിന്റെ മുഴുവനും സ്ഥിതിഗതികളെയും സ്തംഭനങ്ങളെയും മുഴുവൻ കാര്യങ്ങളെയും ഒറ്റ നോട്ടം കൊണ്ട് അതാ നോക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നേതാവ് ഉണർന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ അലി, എന്റെ മരുമകനെ എന്തിനാണ് കരയുന്നത് മോനെ? നിന്റെ അതാ പ്രവാചകനായ മുസ്തഫായ തങ്ങളെ മടിയിൽ കിടന്ന വിഷമം കൊണ്ടാണോ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ വിക്കി പൊട്ടിക്കരഞ്ഞതായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല നബിയേ, എന്റെ നിസ്കാരം ഖളായി പോയി നബിയേ. നബി തങ്ങൾ എന്റെ മടിയിൽ കിടന്നുറങ്ങിയിരുന്നു. വിളിക്കാൻ അതപകേടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനിങ്ങ് വിളിച്ചില്ല. നബിയേ, എന്റെ അസ്ർ നിസ്കാരം ഖളായി പോയല്ലോ. കണ്ടോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്, അലിയെ കരയാതിരിക്കുക, നിന്റെ പ്രവാചകൻ ആരാണെന്നറിയോ? നിന്റെ ഭാര്യയുടെ വാപ്പ, ലോകത്തിന്റെ നേതാവ് മുസ്തഫായ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ, അവസാനത്തെ പ്രവാചകൻ. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, അന നബിയ്യുൻ ലാ കദിബ്, അന ആഖിബുൻ ഫൽ ആഖിബു ലൈസ ബഅദ നബിയ്യിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലിയെ കരയാതിരിക്കുക, നിന്റെ അസ്ർ നിസ്കാരമല്ലേ, നിനക്കതാ ഖളാക്കാതെ നിസ്കരിക്കണമല്ലോ. പൊങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈ ആകാശഭാഗത്തിലേക്ക്. ആരോടാ പറയുന്നത്? മനുഷ്യരോടല്ല, മൃഗങ്ങളോടല്ല, പാമ്പിനോടല്ല, മറ്റുള്ള വസ്തുക്കളോടല്ല, മനുഷ്യനോടല്ല. അസ്തമിക്കപ്പെട്ടതായ സൂര്യനെ കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്, ഓ സൂര്യനെ, എന്റെ മരുമകനായ അലിയാർ തങ്ങള് അയാള് അസ്ർ നിസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് നീ ഒന്ന് പുറകേട്ട് വരണേ. എന്താ മനസ്സിലാക്കിയത്? നിങ്ങളെ ഓടിക്കുന്ന സ്വന്തം കാറിലേക്ക് ലിവർസ് കയറിട്ടതെന്നാണ് മനസ്സിലാക്കിയത്. ചില ആൾ അങ്ങനെ മനസ്സിലാക്കും, അതൊന്നും ലിവർസ് കയറിട്ട് കൊടുത്താൽ മതിയല്ലോ, കാറ് മാത്രം പൊന്തിക്കളയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആരാണ് കൈ കാണിക്കുന്നത്? ഒരിക്കലും നുണ പറയാത്ത, സത്യം മാത്രമേ പറയുന്ന, ലോകത്തിന്റെ നേതാവ് വിളിക്കുക
വിളിക്കുകയാണ് അസ്തമിക്കപ്പെട്ടതായ സൂര്യനെ തിരിച്ചു വാ, എന്റെ മരുമകൻ അസർ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളൊരു ഓർഡർ. പ്രൈം മിനിസ്റ്ററിന്റെ ഓർഡർ അല്ല. ഇന്ന് കണ്ടില്ല അമേരിക്കക്കാരൻ, പിന്നെ ട്രംപ്. ആ ട്രംപിന്റെ കുറിച്ചിട്ട് ഇന്ന് ലോകരാഷ്ട്രം മുഴുവനും അമേരിക്കത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? അമേരിക്കയിൽ സംഭവിക്കാത്തതൊന്ന് സംഭവിച്ചു പോയി എന്നുള്ളതാണ്. ട്രംപിന് ഏറ്റവും വലിയ നഷ്ടവും നാശവും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അധികാര കസാല എവിടത്തേക്കോ കാണാത്ത സ്ഥലത്തേക്ക് പറന്നു പോവുകയാണ്. കണ്ടില്ലേ? അങ്ങനെയുള്ള അധികാരമാണോ? അല്ല. ഐക്യസഭയുടെ പ്രസിഡന്റിനത് കഴിയുമോ? അമേരിക്കയുടെ പ്രസിഡന്റിനത് കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തെ കയ്യൊന്ന് കാണിച്ചു കൊടുത്തു. സൂര്യനെ പിറകോട്ട് വാ. ആ സമയത്താണ് ബിഖുദ്റത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ഖുദ്റത്തെന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മോചിതത്തെന്ന് പറയട്ടെ. നമ്മുടെ നേതാവ് ചില്ലരക്കാരനാണോ? على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث الحميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബ് മദീനയുടെ മണൽവാടി അന്തവിശ്രമം കൊള്ളുകയാണ്. യാ റസൂലല്ലാഹ്, ഞങ്ങളെ കാണുന്നുണ്ടല്ലോ നബിയേ. പാവപ്പെട്ട KCF-ന്റെ പ്രവർത്തകര്, ICF-ന്റെ പ്രവർത്തകര്, അഹ്ലുസുന്നയുടെ വക്താക്കള് ഇതിനു വേണ്ടി അധ്വാനിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട അങ്ങയുടെ അടിമകളാകുന്ന ഉമ്മത്തുകളെ തങ്ങളെ കാണുന്നുണ്ടല്ലോ നബിയേ. അങ്ങ് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ. ഞങ്ങളെ കാര്യം ഏറ്റെടുക്കണം നബിയേ. അങ്ങൊന്ന് ഞങ്ങൾക്ക് കിനാവിൽ വരണം നബിയേ. പല പല പ്രാവശ്യം വരണം നബിയേ. ഹബീബായ നബി തങ്ങളെ കാണാൻ ഞങ്ങളെ കണ്ണുകൾ കൊതിക്കുകയാണ്, ഹൃദയങ്ങൾ തുടിക്കുകയാണ് നബിയേ, കൽബുകൾ കിടക്കുകയാണ് നബിയേ. അങ്ങയൊന്ന് ഞങ്ങൾക്ക് കിനാവിലൊന്ന് കണ്ട് ഞങ്ങളെ കൽബൊന്ന് ശുദ്ധീകരിക്കാൻ, ഞങ്ങളെ ഹൃദയങ്ങളൊന്ന് ശുദ്ധീകരിക്കാൻ, മരിക്കുന്ന സമയത്ത് ഹബീബായ നബി തങ്ങളുടെ മുഖം കണ്ടുകൊണ്ടൊന്ന് മരിക്കാൻ 100 കൊല്ലം നമ്മുടെ ഉലമാക്കൾക്കും പണ്ഡിതന്മാർക്കും ദീനീ ഖിദ്മത്തിനായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിയേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം നബിയേ. ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണം നബിയേ. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം നബിയേ. നമ്മുടെ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് കൈ കാണിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, സൂര്യൻ പതുക്കെ പതുക്കെ പിറകോട്ട് വരുന്നു. അസ്തമിച്ചതായ സൂര്യനതാ പിറകോട്ട് വന്നു നിൽക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പറയുകയാണ്. ആ സമയത്ത് അലിയാർ തങ്ങളുടെ മുഖം കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ അസ്ർ നിസ്കാരം ഖളായപ്പോ എനിക്ക് വേണ്ടി അതാ ഖളാകാതിരിക്കാൻ എന്റെ ഹബീബ് സൂര്യൻ
സൂര്യനെ പിറകോട്ട് വലിച്ചു തന്ന ലോകത്തിന്റെ ഒരേ ഒരു നേതാവ്, ഒരേ ഒരു ഹബീബ്, എന്റെ പ്രേമവാചകൻ മുസ്തഫായ തങ്ങളല്ലാതെ ലോകത്ത് വേറെ ആരാ ഒരാളെയും കാണിക്കാൻ കഴിയുമോ? അവിടുന്ന് അസർ നിസ്കരിക്കുന്നു, വേണ്ടതുപോലെ സാവധാനത്തിലൂടെ നിസ്കരിക്കുന്നു, റബ്ബിനോട് ഇനി കയ്യും ഉയർത്തിപ്പിടിച്ചു ദുആ നടത്തുന്നു. വീണ്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഔലിയാർ തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇശാറത്ത് നൽകുന്നു, സൂര്യനെ നിനക്കിന് അങ്ങോട്ട് അസ്തമിക്കാം. അൽഹംദുലില്ലാഹ്, സൂര്യൻ അസ്തമിച്ചു പോയി. അസ്തമിക്കപ്പെട്ടതായ സൂര്യനെ വീണ്ടും തിരിച്ചു വിളിച്ചു. അസർ നിസ്കാരം വളരെ സന്തോഷത്തോട് നിസ്കരിച്ചു. വീണ്ടും അസ്തമിപ്പിച്ച ഹബീബായ മുസ്തഫായ തങ്ങളാണ്. യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ യഅ്ലുമുഹു ഫതാബ മിൻ തീബിഹിൻ നൽഖാഹു വൽ അക്മു നഫ്സി ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ ലഫാഫു വഫീഹിൽ ജൂദു വൽ കറമു مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. സഹോദരങ്ങളെ, ഞാൻ കൂടുതലായി പറയുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുന താജ് ശരീഅ ഉസ്താദിന്റെ ദുആയുണ്ടാകും. അലിക്കുഞ്ഞി ഉസ്താദ് പ്രായമുള്ള പണ്ഡിതൻ, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിലേക്കും ദാറുർ റഹ്മാൻ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനമുണ്ട്, നെല്ലിയാടി പരിസരത്ത് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10-40ഓളം കുട്ടികൾ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും 8-9ഓളം ദർസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ കോവിഡ് വന്നതുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ സ്വന്തമായി ഒരു സ്ഥലം ഇല്ല. ബഹുമാനപ്പെട്ട ശൈഖുന താജു ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ് ഇവിടെ ദർസ് തുടങ്ങി തന്നതാണ്. അതിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഇപ്പോൾ ഞങ്ങളൊരു 10 സെന്റ് സ്ഥലം അതിനു വേണ്ടി ഞാൻ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ രജിസ്റ്റർ ആകണമെങ്കിൽ ഇനിയും 6-7 ലക്ഷം രൂപ ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത് ഒരു വാടക സ്ഥലത്തിലാണ്, അതിലൂടെ ഉള്ള റൂമിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. സ്വന്തമായി സ്ഥാപനം ഇല്ല. അൽഹംദുലില്ലാഹ്, വേറെ ഒരാൾ 1 ഏക്കർ സ്ഥലം തരാമെന്നും ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വാങ്ങിത്തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വഴികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ വഴി ക്ലിയർ ആകാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി ഞാൻ അറിയിക്കുകയാണ്. വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു എളിയ സ്ഥാപനയാണ്. സാധുവായ ഞാൻ യാതു പറഞ്ഞു ഓടി നടന്നു. സ്ഥായിയായ വരുമാനമൊന്നുമില്ലാതെ മാസത്തിൽ 1,50,000 വരെ ചെലവ് വരുന്ന ഒരു സ്ഥാപനമാണത്. ഈ സ്ഥാപനം നടക്കണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. എല്ലാവർക്കും അറിയാം, ലൈവിലൂടെയൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം ഒരു സ്ഥാപനം നടത്താൻ എത്രമാത്രം പ്രയാസമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട്. ലോക്ക്ഡൌൺ വന്നതിന്റെ ശേഷം ഒരാളോടും ഒരു പൈസ പോലും ചോദിക്കാൻ പറ്റിയിട്ടുമില്ല. അൽഹംദുലില്ലാഹ്, നമ്മുടെ സൗദിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പല സ്നേഹിതന്മാരും പല പണങ്ങളും കൊടുത്തയച്ചിട്ടുണ്ട്. അക്കൂട്ടത്തില് നമ്മുടെ റിയാദ് കമ്മിറ്റി, ദാറുർ റഹ്മ കമ്മിറ്റി റിയാദ്, നമ്മുടെ അബ്ദുൽ അസീസ് പ്രസിഡന്റായി നിൽക്കുന്ന കമ്മിറ്റിയുണ്ട്. അവരുടെ ഭാഗത്തിൽ നിന്ന് 1 ലക്ഷം രൂപ, അതുപോലെ നമ്മുടെ ഉമർ ഹാജി, അതുപോലെ തന്നെ ഒരാൾ, അങ്ങനെ 1-2-3 ആളുകൾ പണം കൊടുത്തയച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലൈവിലൂടെ ഒരു ക്ലാസ് എടുത്തപ്പോൾ തൃശ്ശൂർക്കാരനായ ഒരു ബഷീർ എന്ന് പറയുന്ന ഒരാൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ 50,000 കൊടുത്തയച്ചിട്ടുണ്ട്. ഞങ്ങൾ അബുദാബിയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഈ ലൈവിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ, തന്നവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം എല്ലാവരും ഓർക്കണം. സ്ഥലത്തിനു വേണ്ടി ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായി നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ കാണണം, തരണം. പണമുള്ളവരുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കർണാടകത്തിൽ ഒരുപാട് സ്ഥാപനമുണ്ട്. നമ്മുടെ ബേക്കൽ ഉസ്താദ് തുടങ്ങി വെച്ച കണ്ണൂരിലെ
KCF-ന്റെ പ്രവർത്തകന്മാരെ കൊണ്ട് സ്വപ്നം കാണുന്ന ഒരു സ്ഥാപനമാണ് കണ്ണൂരിൽ. കോടികൾ വരുന്ന ഒരു സ്ഥാപനം, 25,000 പിന്നെ 2,000 ആളുകൾക്കൊക്കെ ഒതുങ്ങുന്ന ഒരു മീറ്റിംഗ് ഹാളും അതുപോലെ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പിന്നെ ഹോസ്റ്റലുകളുമൊക്കെ സംബന്ധിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനയാണ് നമ്മുടെ കണ്ണൂരിൽ വെച്ച് നടക്കുന്നത്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് പ്രവർത്തിച്ചത്. അദ്ദേഹം നമ്മുടെ കൂടെയില്ല. ആ ഉസ്താദിന്റെ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് ഞാനിപ്പോൾ പിരിവ് നടത്തുന്നതല്ല, നിങ്ങളാൽ കഴിയുന്നത് എന്ത് കഴിയുമോ നല്ലൊരു സംഖ്യ ഈ ലൈവിലൂടെ നിങ്ങൾ കേൾപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ വളരെ നന്നായിരുന്നു. കാരണം ലൈവൊക്കെ കാണുന്നവരാണ്. ഈ ലൈവിലൂടെ നിങ്ങൾ അതിലൂടെ എഴുതി കൊടുത്താൽ അതിന്റെ സംഘാടകർ നമ്മുടെ KCF-ന്റെ നിസാമി ഉസ്താദ് അടക്കമുള്ള ഇതിന്റെ പ്രസിഡന്റ് ആരാമെന്ന് എനിക്കറിയില്ല. നിസാമി ഉസ്താദും അങ്ങനെ 1-2 ആളുകൾ നമുക്ക് പരിചയമുണ്ട്. അവരുമായി പിന്നെ ലൈവിൽ കൊടുത്താൽ നിങ്ങൾ പേരും അഡ്രസ്സൊക്കെ കൊടുത്താൽ അവരത് എഴുതി കുറിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണം. നമ്മുടെ ഷേഖുന എപി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രായമുള്ള സമയത്ത് വരെ നമ്മുടെ ഈ സുന്നത്തിയമായത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി വളരെയധികം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന, എത്ര ഞാൻ സ്റ്റേജിൽ പറഞ്ഞാലും ഉസ്താദിന്റെ മതം ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. കാരണം അത്രയും സുന്നത്തിയമായത്തിന്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ഖായിദുസ്സമാൻ, ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ചെയ്തുകൊണ്ടിരിക്കുന്ന. അല്ലാഹു ഇവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തുള്ള ആരോഗ്യം നൽകി അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആ ഉസ്താദ് അവர்கள் തുടക്കം കുറിച്ച നമ്മുടെ കണ്ണൂരിലെ ആ വലിയൊരു സ്ഥാപനം ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് തെളിവ് ചോദിക്കുന്നത്. കഴിയുന്ന പരമാവധി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. നിങ്ങളുടെ മക്കളുടെ പേരിലോ ഭാര്യമാരുടെ പേരിലോ കുടുംബങ്ങളുടെ പേരിലോ എങ്കിലും ഒരു 5,001 അല്ലെങ്കിൽ 3,001 അല്ലെങ്കിൽ 2,001 അല്ലെങ്കിൽ ഒരു 500 അല്ലെങ്കിൽ ഒരു 1,000 അല്ലെങ്കിൽ 313 എത്ര നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമ്മുടെ KCF-നാണ് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ആ സംഘടനയുടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അവരുടെ സ്വപ്നമാണ് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരല്ലാതെ നമ്മുടെ ഈ സ്ഥാപനം വളർത്താൻ പറ്റൂല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം കർണാടകയിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ KCF-ന്റെ പ്രവർത്തകന്മാർ വളരെയധികം സഹായിച്ചുകൊണ്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നിങ്ങളും സഹായിക്കണം. അല്ലാഹു ഇതിന് തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, സന്തോഷിപ്പിക്കുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള ആഫത്ത് മുസീബത്തുകൾ ഇടങ്ങേറുകൾ തൊട്ട് അല്ലാഹു അവരെയും ഈ ലൈവിൽ വന്ന ഓരോരുത്തരെയും കുടുംബങ്ങളെയും ബന്ധങ്ങളെയും സ്നേഹങ്ങളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അല്ലാഹു എല്ലാ നിലക്കുള്ള സന്തോഷം കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ആഫത്ത് മുസീബത്തുകൾ ഇടങ്ങേറുകൾ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തു സലാമത്താക്കി പെരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ആരെങ്കിലും ഒരാൾ തുടക്കം കുറിച്ചാൽ ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ദുആ ചെയ്യും. ഈ ലൈവിലൂടെ ആരെങ്കിലും ഒരാൾ ആ ലൈവിലൂടെ തുടക്കം കുറിച്ചാൽ ഒരു 1,001 രൂപയോ അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് ഞാൻ നിർബന്ധിച്ചതൊന്നും പറയുന്നതല്ലേ. ആരും ദയവ് ചെയ്ത് വിഷമിച്ചു പോകരുത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് 9 മാസമായി ഞാൻ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഒരാളോടും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ തരുന്ന ഇടയ്ക്കൊന്ന് 2 ആളുകൾ തന്നല്ലാതെ പിന്നെ ഇതുവരെ ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടോ ഇതാക്കിട്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കും ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഒന്ന് തുറക്കം കുറിച്ചാൽ നമ്മുടെ കണ്ണൂരിന്റെ സ്ഥാപനത്തിലേക്ക് വേണ്ടിയാണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഞാൻ വേറെയാണ് നിങ്ങളോട് ചോദിച്ചത്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ആരെങ്കിലും കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് നമ്മുടെ നിസാമി ഉസ്താദ് അവരുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് പിന്നെ നമ്പറുമായി ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും തരാൻ പറ്റിയത്. കാരണം ഒരു 10 ലക്ഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് വളരെ അത്യാവശ്യമുണ്ട് ഇപ്പോൾ. കാരണം അത് രജിസ്റ്റർ ആകണം, വഖഫിലേക്ക് കൊടുക്കാനുണ്ട്. അത് രജിസ്റ്റർ ആക്കിയിട്ട് അത് കൊടുക്കണമെങ്കിൽ ഇവിടെ പൈസ ആവശ്യമുണ്ട്. അതുകൊണ്ട് 1 സെന്റോ 1/2 സെന്റോ 1/4 സെന്റോ അല്ലെങ്കിൽ 1 സ്ക്വയർ ഫീറ്റ് എന്തെങ്കിലും തരാൻ പറ്റിയുള്ളവർ അങ്ങനെ തരണം. അത് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിന്റെ KCF-ന്റെ പ്രവർത്തകന്മാര് സഹായിക്കാൻ ഒരുങ്ങിയ വലിയ ഫണ്ടാണ്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഏൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഏൽപ്പിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഔലിയാക്കന്മാരോട് കൂടെ സ്വാലിഹീങ്ങളോട് കൂടെ നമ്മൾ എപ്പോഴും ബന്ധം പുലർത്തണം. അൽഹംദുലില്ലാഹ്
നമ്മുടെ KCF-ന്റെ അജ്മാനിന്റെ പ്രവർത്തകന്മാർ ഒരുപാട് കാലങ്ങളായി ദുബൈയിൽ വെച്ച് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പരിപാടി അവിടെ വെച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഈ കൊല്ലം ഈ ഒരു ലോക്ക്ഡൌണിന്റെ പേര് കൊണ്ട് ഇങ്ങനെ ലൈവിലൂടെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. കുറച്ച് ദുആ ചെയ്തുകൊണ്ട് ഒരു 2 സ്വലാത്ത്. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم. എല്ലാവരും അച്ചടക്കത്തിൽ വളരെ ഖേദത്തോടെ ഹബീബായ നബി തങ്ങളിലേക്ക് മനസ്സ് തിരിച്ച് കൽബ് തിരിച്ച്, ഞാനടക്കം ഈ ലൈവിലുള്ള എല്ലാവരും ഒന്ന് കൽബ് തിരിച്ച് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ചെല്ലണം. ഹബീബിനെ ഞങ്ങൾക്ക് സ്വപ്നം കാണണം. പലരും സ്വപ്നം കണ്ടവർ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളുമായി ബന്ധപ്പെടുന്നവരുണ്ട്. പല ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, നമ്മളോട് തന്നെ അറിയിച്ച പല ആളുകളുണ്ട്. അല്ലാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ഈ 3 വരികൾ മാത്രം. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الرحمن الرحيم يا الملك الملوك يا രാജസയ്യദായ അല്ലാഹ്, ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. അവിടുത്തെ ശുഫാത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവിടുത്തെ തടൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഹബീബായ നബി ഞങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞതും കേട്ടതുമൊക്കെ ഹബീബായ നബി തങ്ങളുടെ പൂർണ്ണമായി മദ്ഹാക്കി ഞങ്ങളെ വക്കൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ, കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ ഉയർത്തണം റഹ്മാനെ. അതിന്റെ വഴികൾ നീ തുറന്നു തരണം റഹ്മാനെ. നമ്മുടെ കച്ചവടങ്ങളും ബിസിനസ്സുകളും ഏർപ്പാടുകളും കൃഷികളിലും വാഹനങ്ങൾ വീടുകളിൽ വീടിന്റെ വളർത്തുകളിൽ അല്ലാഹുവേ ബറക്കത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ KCF-ന്റെ ICF-ന്റെ പ്രവർത്തകന്മാർ ദുബായും അതുപോലെ തന്നെ സൗദി അറേബ്യ, ഖത്തർ, ഒമാനും അതുപോലെ തന്നെ ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ, നമ്മുടെ ഇന്ത്യയിലും പലരും പലയിടങ്ങളിലും ഒക്കെയുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. പ്രവാസി കുടുംബങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, പടച്ചവനെ ദിവസങ്ങളോളമായി ഇതിനു വേണ്ടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിസാമി ഉസ്താദ് അടക്കമുള്ള ഇതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ പ്രവർത്തകന്മാർക്കും നീ ഖൈർ നൽകണം റഹ്മാനെ. പ്രയാസങ്ങൾ നീക്കണം റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. മക്കളില്ലാത്തൊരു ഖൈറായ മക്കൾ നൽകണം റഹ്മാനെ. ജോലിയില്ലാത്തൊരു ഖൈറായ ജോലി നൽകണം റഹ്മാനെ. പടച്ചവനെ വീടില്ലാത്ത പലരുമുണ്ട് റബ്ബേ, ഖൈറായ വീട് തരണം റഹ്മാനെ. സാഹിരന്മാരുടെ സീറുകളൊക്കെ എല്ലാ ഷർറുകളെ തൊട്ട് നിങ്ങൾക്ക് നീ കാവല് നൽകണം റഹ്മാനെ. അധികാരി വർഗങ്ങളുടെ ഷർറുകളെ തൊട്ട് നീ കാവല് നൽകണം റഹ്മാനെ.
പടച്ചവനെ ഞങ്ങൾക്ക് നീ നിന്റെ ദീന ഖിദ്മത്തിലായി ദീർഘായുസ് നൽകണം റഹ്മാനേ. ശത്രുക്കളൊക്കെ മിത്രുക്കളാക്കണം റഹ്മാനേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിൽ അവരെയും നമ്മളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നമ്മുടെ ഔലിയാക്കളുണ്ട്, നമ്മുടെ മശായിഖന്മാരുണ്ട്, നമ്മുടെ സ്നേഹപ്പെട്ട എല്ലാ മഹാന്മാരുണ്ട് റബ്ബേ. അവരുടെ ദറജ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഹബീബായ നബി തങ്ങളുടെ ദറജ സ്ഥാനം നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്ത് ഞങ്ങൾ മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബർ ഇപ്പോൾ തന്നെ നീ സ്വർഗീയ പൂങ്കവനാക്കണം റഹ്മാനെ. പ്രയാസങ്ങൾ മുഴുവനും നീക്കണം റഹ്മാനെ. ربنا عليك توكلنا وإليك نبنا وإليك المصير آمين برحمتك يا أرحم الراحمين. സഹോദരങ്ങളെ, ലൈവിൽ കിടക്കുന്ന മുഴുവൻ ആളുകളോടും അറിയിക്കാനുള്ളത് സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരെങ്കിലും ഒരാൾ ഉദ്ഘാടനം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കണ്ണൂരിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബേക്കൽ ഉസ്താദിൻ്റെ സ്വപ്നത്തിന് പൂവണിയാണ്. നമ്മുടെ KCF-ന്റെ പ്രവർത്തകന്മാർ സഹായിക്കാനും സഹകരിക്കാനും ആരെങ്കിലും ഉണ്ടോ? ഒരു ഉദ്ഘാടനം നടത്തിത്തരാൻ ഇൻഷാ അല്ലാഹ്. ബാക്കി തങ്ങളവർക്ക് ദുആ ചെയ്യും. ലൈവിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിലും ഇന്ന് ലൈവിൽ പെട്ടെന്ന് എഴുതി അറിയിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളെ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ദാറുർ റഹ്മ ഇസ്ലാമിക് അക്കാഡമി എന്ന് പറയുന്ന മഹത്തായൊരു സ്ഥാപനമാണ്. ചെറിയ സ്ഥാപനമാണ്. ഇത് ഉയർന്ന് വലുതാകണം. അത് നിങ്ങളുടെ ശക്തമായ കരങ്ങൾ അതിലൂടെ ഭദ്രമായി കിടക്കുകയാണ്. നിങ്ങളൊക്കെ സഹകരിക്കണമെന്ന് അറിയിച്ചുകൊണ്ട്, എല്ലാ നിലക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, പ്രത്യേകമായി നിങ്ങളും ദുആ ചെയ്യണം. മജ്ലിസിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും ദുആ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صدق الله المولان العلي.